വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന എന്നാൽ ആളുകൾ പുറത്തു പറയാൻ മടിക്കുന്ന പല കണ്ടീഷൻസിൽ ഒന്നാണ് മുലക്കുരു അഥവാ പൈൽസ്. പൈൽസ് ആണെങ്കിൽ സർജറി തന്നെ വേണം, അതേ ഉള്ള ഒരു ചികിത്സ എന്നത് ഒരു മിസ്കൺസെപ്റ്റ് ആണ്. പൈൽസിന്റെ അവസ്ഥ അനുസരിച്ച് മാത്രമാണ് നമ്മൾ ചികിത്സാ രീതികൾ തീരുമാനിക്കുന്നത്. എല്ലാ പൈൽസും സർജറി കൂടാതെ തന്നെയും നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. എന്താണ് പൈൽസ്? മലാശയത്തിൽ മലദ്വാരത്തിന്റെ ഭാഗത്ത് ഒരു കുഷ്യൻ പോലെ കുറച്ച് രക്തക്കുഴലുകളുണ്ട്. ഈ രക്തക്കുഴലുകൾക്ക് വരുന്ന വെരിക്കോസിറ്റി, തടിപ്പ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷനെയാണ് മൂലക്കുരു അഥവാ പൈൽസ് എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിൽ വരാം. പുറമെ ഒരു തടിപ്പായിട്ട് കാണുന്ന എക്സ്റ്റേണൽ ഹെമറോയിഡ്സും മലദ്വാരത്തിനകത്ത് കാണുന്ന ഇന്റേണൽ ഹെമറോയിഡ്സും രണ്ട് തരത്തിലും ഇത് കാണപ്പെടാം. ടോയ്ലറ്റിൽ ചെന്നിരിക്കുമ്പോൾ സ്ട്രെയിൻ ചെയ്ത് മലം പോവുക, ഹാർഡായിട്ട് പോവുക, ഇതെല്ലാം മലബന്ധത്തിന്റെ മറ്റു പ്രധാന ലക്ഷണങ്ങളാണ്. രണ്ടാമതായി ബ്ലീഡിംഗ്. ടോയ്ലറ്റിൽ പോയതിനു ശേഷം കുറച്ച് ഡ്രോപ്സ് ഓഫ് ബ്ലഡ് കാണുന്നതും പൈൽസിന്റെ ലക്ഷണത്തിലൊന്നാണ്. മറ്റു ലക്ഷണങ്ങളായ ചൊറിച്ചിൽ, വേദന എന്നതും പൈൽസിന് ഉണ്ടാകുന്നതാണ്. പൈൽസ് അഥവാ മൂലക്കുരു എന്തുകൊണ്ട് വരുന്നു എന്നതിന് പല ഉത്തരങ്ങളാണ് നമുക്കുള്ളത്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് പാരമ്പര്യമായിട്ട് പൈൽസ് വരുന്നത്. വീട്ടിൽ ഫാമിലി ഹിസ്റ്ററി കൊണ്ട് തന്നെ പൈൽസ് എന്ന രോഗം വരാവുന്നതാണ്. രണ്ടാമതായിട്ടുള്ള കാര്യങ്ങളാണ് തെറ്റായ ഭക്ഷണ രീതി, വ്യായാമക്കുറവുകൾ, ശരിയായ അളവിൽ വെള്ളം കുടിക്കുക എന്നിങ്ങനെ മറ്റു പല കാരണങ്ങളും ഈ മൂലക്കുരു വരുന്നതിന് കാരണമാകുന്നു. അധിക നേരം ടോയ്ലറ്റിൽ ഇരുന്നു കൊണ്ട് ഫോൺ യൂസ് ചെയ്യുന്നതോ അധിക നേരം ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതോ തന്നെ ഈ മൂലക്കുരു ഉണ്ടാക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. സ്ത്രീകളിൽ പ്രഗ്നൻസിക്ക് ശേഷം പൈൽസ് എന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. സ്ത്രീകളിൽ പ്രഗ്നൻസി കാലയളവിൽ മലബന്ധം വളരെ കോമൺ ആണ്. അതിന് തുടർച്ചയായി തന്നെ പൈൽസ് എന്നത് ആഫ്റ്റർ ഡെലിവറി ഒരു കണ്ടീഷനായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇനി ആയുർവേദത്തിൽ എന്തൊക്കെയാണ് പൈൽസിന് ചികിത്സകൾ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ആയുർവേദത്തിൽ പൈൽസ് അഥവാ മുലക്കുരുവിന് പലതരത്തിലുള്ള ചികിത്സാ രീതികൾ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം കൃത്യമായ ഭക്ഷണ രീതിയും ചിട്ടയായ ജീവിതശൈലിയുമാണ്. മൂലക്കുരുവിന്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ നമുക്ക് ഉള്ളിലേക്ക് മരുന്ന് കഴിക്കുകയും കൂടാതെ കൃത്യമായ ഭക്ഷണ രീതിയും ജീവിതശൈലിയോടുകൂടി തന്നെ നമുക്ക് അസുഖത്തെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ സാധിക്കും. എന്നാൽ ലേറ്റർ സ്റ്റേജസിൽ, അതായത് മൂലക്കുരുവിന്റെ മറ്റ് സ്റ്റേജിൽ സെക്കൻഡ് ആൻഡ് തേർഡ് ഡിഗ്രിയിലോട്ട് പോവുകയാണെങ്കിൽ ആ സ്റ്റേജിൽ നമുക്ക് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന ക്ഷാരം, ക്ഷാരസൂത്രം അല്ലെങ്കിൽ സർജറി മുതലായ ചികിത്സാ രീതികളിലേക്ക് മാറേണ്ടി വരും. സ്ത്രീകളിൽ പ്രഗ്നൻസി ടൈം പീരീഡിൽ വരുന്ന, അതായത് ഡെലിവറിക്ക് ശേഷം വരുന്ന മൂലക്കുരുവിന് പ്രഗ്നൻസി ടൈം പീരീഡിൽ തന്നെ അവർ പാലിക്കുന്ന ഡയറ്ററി ഹാബിറ്റ്സിൽ നിന്ന് കൊണ്ട് തന്നെ നമുക്കതിനെ ഒഴിവാക്കാൻ സാധിക്കും. അതായത് പ്രഗ്നൻസി ടൈം പീരീഡിൽ തന്നെ മാക്സിമം മലബന്ധം ഉണ്ടാക്കാത്ത, അതായത് ധാരാളം ഡയറ്ററി ഫുഡ് ഹാബിറ്റ്സ്, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ധാരാളം വെള്ളം കുടിക്കുകയും അങ്ങനെ മലബന്ധം ഒഴിവാക്കാൻ ചാൻസ് ഉള്ള ഭക്ഷണ രീതികൾ ശീലിച്ചുകൊണ്ട് നമുക്ക് ഒരു പരിധി വരെ ഈ പ്രഗ്നൻസി ടൈം പീരീഡിലുള്ള മൂലക്കുരുവിനെ നമുക്ക് തടയാൻ സാധിക്കും.